സാജൻ പള്ളുരുത്തി, നമസ്കാരം. ഈ ഓണക്കാലത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഒരുപാട് പ്രത്യേകത. കുറച്ചുകൂടെ ചെറുപ്പമായിരിക്കുന്നല്ലോ. ഞാനാ അത്യാവശ്യം കാശ് കൂടുതൽ കിട്ടുന്നുണ്ടോ ഇപ്പോ? ഇല്ലില്ല സാർ, എന്നെ എപ്പോഴും കാണണോണ്ടാ. അതുകൊണ്ടായിരിക്കും അല്ലേ. പിന്നെ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളികൾക്കും ഗൃഹാതരത്വം ഉണർത്തുന്ന ഒന്നാണ്. പൊന്നിച്ചിങ്ങ മാസത്തിലെ പ്രവാസി മലയാളിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ആദ്യം അവരല്ലേ മലയാളം നാട്ടിൽ നിന്നും മറുനാട്ടിലെത്തിയ ആ പ്രവാസികൾ ആഘോഷിക്കണത്ര ഓണം കേരള നാട്ടിൽ മലയാളികൾ ആഘോഷിക്കുന്നു. മനസ്സിലായി, അവിടെ കുറച്ച് ബുക്കിംഗ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അല്ല നമ്മളിവിടെ പലപ്പോഴും പോകുന്നുകൊണ്ടാ. നമ്മൾ മാത്രമല്ലല്ലോ, എത്രയോ കലാകാരന്മാർ ഓണം കഴിഞ്ഞാലും ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുവരും. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ പൊന്നിച്ചിങ്ങ മാസത്തിൽ മാത്രമേ ഓണം ആഘോഷിക്കുള്ളൂ. ആ പൂക്കളവും ഇട്ട് ഓണക്കൊടിയൊക്കെ കൊടുത്തുകിട്ട് അതിന്റെ ഒരു മഹിമയും അതിന്റെ ഒരു സ്വന്തവും എപ്പോഴും മലയാളികൾക്കാണ്. പാടുമ്പുഴകളും ഓടികൂട്ടും മലരണി കാടും കൂടെ കളികളം മുഴുവൻ കാട്ടു ചോലയും മാമണിമേടും വെള്ളി അരഞ്ഞാണം പോലെ തുള്ളി തുള്ളിക്കും കടലും കായലും നീലമലയും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരള മരതകത്തോപ്പും മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന മഹത്തായ ഏറ്റവും വലിയ കേരള നാട്ടിൽ ജനിച്ച് വളരാൻ കഴിഞ്ഞതും മലയാളം പറയാൻ പ്രയാസമാണ്. ആ മലയാളം പറയാൻ കഴിഞ്ഞതും അതെ ഏറ്റവും വലുതാണ്. ആ മലയാള നാടിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമയോടെ സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ദേശീയോത്സവമായ പൊൻതിരുവോണം. മിനു, എങ്ങനെയുണ്ട് ഈ ഓണം? സ്റ്റാർ മാജിക്കിലെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മിനു? നല്ല രസമായിരുന്നു. അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ സന്തോഷിച്ചു. സ്റ്റാർ മാജിക്കിന്റെ 100 മണിക്കൂർ തികഞ്ഞ ഒരു ദിവസം കൂടി. 1000 മണിക്കൂർ തികഞ്ഞു. അത് അതിന്റെ കൂടെ നമുക്കും കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞാല് ഭയങ്കര സന്തോഷം. ഇമോഷണൽ ആയോ? പിന്നെ വലിയ സന്തോഷമല്ലേ. പിന്നെ ഇവിടെ വിജയിച്ചു പോകുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായി ആ കൂടെ നമ്മളും പോവാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം, ദൈവാധീനം. അടിമാലി കാട്ടാൻ ഇറങ്ങിയോടാ ഷൈജു? അടിമാലി അല്ല, അടിമാലി പരിസരത്ത്. അടിമാലിക്ക് പോകുന്ന വഴി നേരുമംഗലം കഴിഞ്ഞിട്ട്. ഇല്ല, ഞാൻ ഇവിടെയാണല്ലോ. ഞാൻ എയറിലല്ലേ സാറേ, നാട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. ആന ഇറങ്ങിയൊന്നും എനിക്കൊന്നറിയോ, ഈ സാധാരണ ഇത് ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് മാത്രമേ ഉള്ളായിരുന്നു ബിനുവിനെ ഇങ്ങനെ ഏറി നിർത്തുന്ന പരിപാടി. സോഷ്യൽ മീഡിയ കൂടെ ഇറങ്ങിയിരിക്കും അല്ലേ? അവർ ഇറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷപ്പെടുത്തി അടങ്ങും. പക്ഷെ വേറെ കാര്യം, എന്റെ ഒരു സിനിമ ഇറങ്ങിയ പോലെ ഇത്രയും പബ്ലിസിറ്റി കിട്ടുമോ? ഇല്ല, അറിയില്ലല്ലോ. അത് സന്തോഷമാ. ഇപ്പൊ ഞാനത് ആസ്വദിക്കുക. അല്ല, എവിടെ ചെന്നാലും എടുത്തോണ്ട് പോകാൻ ആളുണ്ടോ ഇപ്പോ? ആ എഴുതുന്ന ആ ഒരു രീതിയിലല്ല കേട്ടോ. എവിടെ ചെന്നാലും ആളുകളുടെ സ്നേഹം എഴുതുമ്പോ എനിക്കപ്പം തന്നെ മനസ്സിലാക്കണം. എഴുതുന്ന ആളുകൾ വേറെ സെക്ഷനും പ്രേക്ഷകരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരും വേറെ ആളുകളായിട്ടാന്നാ എനിക്ക് തോന്നിക്കണേ. ഇപ്പൊ ബിനുവിന് എയറിൽ നിന്നല്ലെങ്കിലാണ് പ്രശ്നം. ബിനാന്റണി, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം ഞാൻ ഇപ്രാവശ്യം ഫ്ലവേഴ്സിനൊപ്പമാണ് സാർ. അതാണ് ഏറ്റവും കാരണം ഞാൻ 3 പ്രോഗ്രാമിൽ ഇവിടെ ഫ്ലവേഴ്സിനൊപ്പം. അപ്പൊ ഞാൻ ഈ ഓണം ഫ്ലവേഴ്സിനൊപ്പം, ഈ ഓണം ഞാൻ ഫ്ലവേഴ്സിനൊപ്പമാണ്. എല്ലാ പരിപാടിക്കും ഞാൻ ഇവിടെ ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ പൂച്ചയ്ക്ക് എന്താ പൊരുക്കത്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാനിന്ന് ഇവിടെ വന്ന എന്താന്ന് ഞാൻ തന്നെ ആലോചിച്ചു. എനിക്ക് മനസ്സിലാത്ത മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.